ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ നിങ്ങൾ ആധാർ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ ബയോമെട്രിക്സും ആധാറൊക്കെ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ, എനിക്ക് റീസെൻ്റ്ലി ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് മോസ്റ്റ് ആൾക്കാർക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ആധാർ നമ്മൾ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും നമുക്കൊരു OTP ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ആധാറിലേക്ക് ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർഡ് ആയിരിക്കും, അതിൽ കൂടെയാണ് നമുക്ക് OTP വരിക. ആ OTP വെച്ചിട്ടാണ് നമ്മൾ നോർമലി ആധാർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആധാർ ത്രൂ ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് പോകണമെന്നില്ല, നമുക്ക് ആപ്പ് സംഭവങ്ങളൊക്കെ ആൻഡ്രോയിഡിനുണ്ട്, അല്ല ആൻഡ്രോയിഡിനുണ്ട്, iOS-നും ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് ചിലപ്പോൾ മിക്ക ആൾക്കാർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഞാൻ ഇപ്പം എനിക്ക് ഉണ്ടായ ഒരു മെയിൻ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി നമ്മുടെ എന്താ പറയുക OTP വരുന്ന നമ്പർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആധാറിൽ രജിസ്റ്റർ ആയ നമ്പർ മിസ്സായതല്ല, ശരിക്കും ആക്ച്വലി എൻ്റെ eSIM ആയിരുന്നു. ആ eSIM ഡിലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണമെങ്കിൽ ആധാറിന്റെ ഇപ്പോൾ നമുക്ക് KYC ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിം അല്ലെങ്കിൽ ഒറിജിനൽ സിം ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാം, പുതിയ റൂളാണ്. നമുക്ക് ഫിസിക്കലായിട്ട് പ്രൂഫ് കൊടുത്താലൊന്നും നടക്കില്ല ഇപ്പോൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ആധാർ ലോക്കായിരുന്നു. ആധാറും അതുപോലെ തന്നെ ബയോമെട്രിക്സും ലോക്കായിരുന്നു. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ശരിക്കും ഞാൻ ആക്ച്വലി 2 ദിവസം ഞാൻ ശരിക്കും ഫുൾ കുടുങ്ങി. അപ്പോൾ പിന്നെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഇവിടെ ഡയറക്റ്റ് ആധാറിന്റെ സെന്ററോ കേരളത്തിലൊന്നും ഇല്ല, ആകെ ബാംഗ്ലൂർ മാത്രമല്ല ഡയറക്റ്റ് ഓഫീസ് സംഭവമൊക്കെ. അപ്പോൾ ഇവർക്ക് ആർക്കും ഒരു പിടിയില്ല. അപ്പോൾ അക്ഷയയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അവിടുത്തെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2-3 അക്ഷയയിലൊക്കെ പോയി, അവരൊക്കെ തലം വിളിച്ചിരിക്കുന്നത് കേട്ടിട്ട് പോലും ഇല്ല. കുറേ പേരൊന്നും നമ്മുടെ ആധാറിന്റെ ആപ്പിൽ ലോക്ക് ഫീച്ചർ തന്നെ കേട്ടിട്ടില്ല. അതാണ് ഈ ഇടിവെട്ട് സംഭവം. അവർ തന്നെ സേഫ്റ്റി ഫീച്ചറിന് വേണ്ടി കൊടുത്തേക്കുന്ന ഒരു സംഭവമാണ്. ആവശ്യമില്ലാത്തപ്പോൾ ആധാർ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാങ്കിൽ കൂടെ ഒക്കെ നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. റീസെന്റ് കുറേ ന്യൂസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നോർത്ത് ഏരിയയിലൊക്കെ ഇതുപോലെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടും ബയോമെട്രിക്സ് ഉപയോഗിച്ചിട്ടും ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്ന പരിപാടിയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ആധാറിൽ ഈ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്ക് ആധാർ ആവശ്യമില്ലാത്തപ്പോൾ ലോക്ക് ചെയ്ത് വെക്കാം, ബയോമെട്രിക്സും ലോക്ക് ചെയ്ത് വെക്കാം എന്നൊക്കെ അവർ ആക്ച്വലി നമുക്ക് ഈ ഒരു ആപ്പിൽ കൂടെ തന്നെ സപ്പോർട്ട് സംഭവങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ അക്ഷയക്കാരൊന്നും കേട്ടിട്ട് പോലും ഇല്ല. അത് വേറെ കാര്യം. ഞാൻ കുറേ കാലത്ത് പോയപ്പോൾ അവർ പറഞ്ഞ OTP-യിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. ശരിക്കും ഞാൻ 2 ദിവസം പോയിട്ടുണ്ട്. എൻ്റെ പ്രൈമറി നമ്പറും പോയി കിടക്കുമായിരുന്നു. അപ്പോൾ അതിലേക്ക് OTP ഒന്നും വരില്ല, ഫോൺസും വരുന്നില്ല, എല്ലാം ബ്ലോക്ക് ആയി കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ആധാറിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്കൊക്കെ വിളിച്ചു വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സെന്റർ, ഇപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ നമ്മൾ മെയിൻ സെന്റർ നോക്കിയപ്പോൾ നമുക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസാണ് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആക്ച്വലി ഇതെങ്ങനെ ആധാർ UID-കാരൻ എനിക്ക് റിപ്ലൈ തന്നെ എങ്ങനെയാ വെച്ചാൽ, നമുക്കിതിപ്പോൾ ആധാർ ലോക്ക്ഡാണ്, നമ്മുടെ സിമ്മും പോയി കഴിഞ്ഞാൽ നമുക്കത് അൺലോക്ക് ചെയ്യാൻ ആകെ ഒരു വേ ഉള്ളൂ. അതായത് ഓഫ്ലൈൻ KYC നമ്മൾ ചെയ്തിട്ട് നമ്മുടെ നമ്പർ മാറ്റി കൊടുക്കണം. നോർമൽ നമ്മൾ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നമുക്ക് നമ്പർ ആഡ് ചെയ്യുന്ന പരിപാടിയില്ല, അത് നമുക്ക് വർക്ക് ചെയ്യില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ആധാർ ലോക്ക്ഡാണ്. അപ്പോൾ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റെറ്റിന സ്കാനിങ് ഉള്ള ഏരിയയിൽ പോയിട്ട്, അതായത് റിട്ടേൺ സ്കാനിങ് ഉള്ള ആധാർ സേവാ കേന്ദ്രത്തിൽ പോയിട്ട് നമ്മൾ ഈ മൊബൈൽ നമ്പർ മാറ്റി കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആധാർ ഇതുപോലെ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ആധാർ ലോക്ക്ഡ് ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സിം നഷ്ടപ്പെട്ടു, സിം ഡാമേജ് ആയി, ഇങ്ങനെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ടത് ഡയറക്റ്റ് ആധാറിന്റെ സേവാ കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ സിറ്റിയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ആധാർ സെന്ററിലേക്ക് പോവുക. അവിടെ റെറ്റിന സ്കാനിങ് ഉള്ള സംഭവം ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിന്റ് വെച്ചാൽ അതിൽ എടുക്കില്ല. അപ്പോൾ നമ്മുടെ റെറ്റിന സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് പുതിയ നമ്പർ കൊടുക്കുക. ഈ ഓഫ്ലൈൻ KYC ആകുമ്പോൾ തന്നെ നമുക്കൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് OTP അതുകൂടെ എടുത്തിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. എന്നിട്ട് പുതിയ സിം പോയി എടുക്കാം. അതാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ആധാർ അൺലോക്ക് ചെയ്ത് വെക്കുന്നവർ സൂക്ഷിക്കാൻ മറക്കണ്ട. നിങ്ങളുടെ സിം അതുപോലെ തന്നെ eSIM ഉപയോഗിക്കുന്നവരും സൂക്ഷിക്കാൻ മറക്കണ്ട. ഈ സിം ആക്സിഡന്റലി അല്ലെങ്കിൽ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പുലുവാല് പിടിക്കിട്ട. എൻ്റെ ഐഫോണിൽ ഞാൻ eSIM ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പുലുവാല് കിട്ടിയത്. ഞാൻ ഫോൺ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഫോർമാറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ eSIM ഡിലീറ്റ് ആയത്. അപ്പോൾ അതിനുശേഷം എനിക്ക് പണി കിട്ടിയത്. ആധാർ ലോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പണി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ eSIM ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കാൻ മറക്കണ്ട. ആധാർ ലോക്കാണെങ്കിൽ പുലിവാലി പിടിക്കിട്ട. അതുപോലെ തന്നെ അതിപ്പോൾ ഇത് ആക്ച്വലി eSIM-ന്റെ പ്രശ്നം ഒന്ന് ഫുള്ളി പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോൺ കളഞ്ഞു പോയാലോ അല്ലെങ്കിൽ ആ ഫിസിക്കൽ ടീം ഡാമേജ് ആയാലും ഈ പ്രശ്നം വരാം, നിങ്ങളുടെ ആധാർ ലോക്ക്ഡ് ആണെങ്കിൽ. അപ്പോൾ ചെയ്യേണ്ട സംഭവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് തന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് തന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ പുതിയ ചാനലായ GHH വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയത് നമ്മൾ ടെക് ന്യൂസ്, മൂവി ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളൊക്കെ നമ്മളതിൽ പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിരിക്കും, മറക്കണ്ട. അടുത്ത വീട്ടിലാണ്.